ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പൊടി കൊണ്ടുള്ള കൊഴുക്കട്ട. പിടിക്കൊഴുക്കട്ട എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പറയും. ഞങ്ങളൊക്കെ വെറും കൊഴുക്കട്ട എന്നേ പറയാറുള്ളൂ. അത് എങ്ങനെയാണെന്ന് നോക്കാം. വേണ്ടുന്ന സാധനങ്ങൾ: അരിപ്പൊടി, കടുക്, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത്, കറിവേപ്പില, കടുക് വറക്കാൻ കടുക്, മുളക്, പിന്നെ കടുക് വറക്കാൻ എണ്ണ, വെള്ളം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എണ്ണ ഒഴിച്ച് മുളക്, കടുക്, വേണമെങ്കിൽ ഉഴുന്നലകും ഇടാം. 2 ഉഴുന്നലകും കൂടി ഇടാം. ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇടണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇനി വെള്ളം ഒഴിക്കണം, ഉപ്പ് ഇടണം. വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങയും അരിപ്പൊടി ഇടണം. അത് കഴിഞ്ഞ് തേങ്ങ ഇടണം. തേങ്ങയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുറുക്കുന്ന പോലെ അങ്ങ് കുറുക്കും. അത് കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതിനകത്തേക്ക് പാകത്തിന് തേങ്ങയും കൂടി ഇടണം. എന്നിട്ട് തണുത്തിട്ട് നമുക്ക് ഉരുട്ടി ആവി വേവിക്കണം. തേങ്ങയും കൂടി ഇടാം. ഇളക്കണം. ഇനി ഇതെല്ലാം നമുക്കിങ്ങനെ ഉരുട്ടണം. ഉരുട്ടിയിട്ട് അടുപ്പയിലോട്ട് വെക്കാം. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോട്ട് വെക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ കൊഴുക്കട്ട നന്നായിട്ട് വെന്തു. തണുത്തിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള കൊഴുക്കട്ട റെഡിയായി. പുളിങ്കറി കൂട്ടി കഴിക്കാം, ചട്നി കൂട്ടി കഴിക്കാം, അച്ചാർ കൂട്ടി കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.